നമസ്കാരം. ഷാർജയിൽ മലയാളി യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ വിഭജികയുടെ മാതാവ് ശൈലജ. വിഭജികയുടെ ഭർത്തൃപിതാവ് തന്നോടും മോശമായി പെരുമാറി എന്നാണ് ആരോപണം. ഇതിന് തെളിവുകൾ ഉണ്ട് എന്നും അവർ ആരോപിച്ചു. തൻ്റെ മകളോട് മാത്രമല്ല തന്നോടും നിതീഷിൻ്റെ അച്ഛൻ മോശമായി പെരുമാറി, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, ഓഡിയോ സേവ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഭർത്താവ് നിതീഷിൻ്റെയും പെങ്ങളുടെയും അവരുടെ അച്ഛൻ്റെയും ക്രൂരതകൾ സഹിക്കാൻ പറ്റാതായതോടെയാണ് മകൾ വിഭജിക കുഞ്ഞിനെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയത് എന്ന് അമ്മ ശൈലജ മനോരമ ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഭർത്തൃ വീട്ടിൽ നിന്നും ഇത്രയേറെ ക്രൂരതകൾ നേരിടേണ്ടി വന്നിട്ടും എന്തുകൊണ്ടാണ് എല്ലാം ക്ഷമിച്ചതെന്നും ശൈലജ വെളിപ്പെടുത്തി. വിഭജികയുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുൻപേ തങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ്. ആ അവസ്ഥ മോൾക്കും കുഞ്ഞിനും വരരുത് എന്ന് കരുതിയാണ് എല്ലാം സഹിച്ചത്. വിഭജികയെ സ്നേഹിച്ചതുപോലെ നിതീഷിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവരെല്ലാം കൂടി തൻ്റെ കുഞ്ഞിനെ കൊല്ലുകയായിരുന്നു. നിതീഷ മുടി മുറിച്ചപ്പോഴാണ് അവളോട് മുട്ടയടിക്കാൻ അയാളുടെ പെങ്ങൾ ആവശ്യപ്പെട്ടത്. മുട്ടയടിച്ച് കണ്ണു നിറഞ്ഞ ഫോട്ടോ ചില ബന്ധുക്കൾക്കൊക്കെ വിഭജിക അയച്ചു കൊടുത്തിരുന്നു. നിതീഷിൻ്റെ അവിഹിത ബന്ധം പോലും വിഭജിക കണ്ടില്ല എന്ന് നടിച്ചത് തൻ്റെ കുഞ്ഞിന് അച്ഛൻ വേണമെന്ന ആഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. നാത്തൂൻ്റെ ഭർത്താവിനോട് പലതവണ കെഞ്ചി പറഞ്ഞിട്ടുണ്ട് ഭർത്താവിനെ വിട്ടുതരാൻ. നിതീഷ് എൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നത് പെങ്ങളുടെ കൊച്ചിനെയാണ്. അവരുടെ എല്ലാ കാര്യത്തിനും നിതീഷ് പോകണം, ഇല്ലെങ്കിൽ അച്ഛനും പെങ്ങളും അവനോട് ദേഷ്യപ്പെടുമെന്നും ശൈലജ പറയുന്നു. ഒരു ബെഡിൽ ഭാര്യയെയും കാമുകിയെയും കൊണ്ടുകിടത്തി എന്നതിനപ്പുറം എന്ത് പറയണം നിതീഷിനെ കുറിച്ച്. വിഭജിക പക്ഷെ ആരോടും ഒന്നും പറഞ്ഞില്ല. അമ്മ വിഷമിക്കരുത് എന്നാണ് പറയാറുള്ളത്. വിഭജികയുടെ ആങ്ങളെയും ഭാര്യയും അവിടെയുണ്ട്. അവരോടും ഒന്നും ഇതുവരെ വിട്ടുപറഞ്ഞിട്ടില്ല. നിതീഷിന്റെ കുടുംബത്തിന് സ്വർണത്തോടും പണത്തോടും മാത്രമാണ് ആർത്തിയെന്ന് ഇടയ്ക്കിടെ പറയാറുണ്ട് എങ്കിലും കൂടുതൽ കാര്യങ്ങൾ വിട്ടുപറയില്ല എന്നും അമ്മ പറയുന്നു. നിതീഷിന്റെ അച്ഛൻ വിഭജികയോട് മാത്രമല്ല തന്നോടും മോശമായി, അതുപോലെ തന്നെ മര്യാദയില്ലാതെയും പെരുമാറിയിട്ടുണ്ട് എന്ന് ശൈലജ ആരോപിച്ചു. മോശമായി സംസാരിച്ച ഓഡിയോ സേവ് ചെയ്ത് വച്ചിട്ടുണ്ട് എന്നും ശൈലജ പറയുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, ഇത്ര കാലമായിട്ടും ആരും തന്നോട് ഇത്ര മോശമായി സംസാരിച്ചിട്ടില്ല. അയാളൊരു വൃത്തികെട്ടവനാണ്. നിതീഷ് കൂട്ടുകാർക്കൊപ്പം 4-5 ദിവസം യാത്രയൊക്കെ പോകുന്ന സമയത്ത് വിഭജികയും കുഞ്ഞും അയാളുമാണ് വീട്ടിലുണ്ടാകുക. രാവിലെ മുതൽ മദ്യപാനം തുടങ്ങും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ അയാളുടെ മുറിയിൽ കയറി വിളിക്കണം. മരുമകൾക്ക് കാണാനാകുന്ന തരത്തിലുള്ള കിടപ്പൊന്നും ആയിരുന്നില്ല അയാളുടേത്. അയാളെ തൊട്ട് തലോടി നോക്കണമെന്നാണ് നിതീഷും പറയുന്നത് എന്നാണ് ശൈലജ പറയുന്നത്. ഒരിക്കൽ കൗൺസിലിങ്ങിന് പോയപ്പോൾ ആ ഡോക്ടർ നിതീഷിനോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടിയാണോ അച്ഛന് വേണ്ടിയാണോ കല്യാണം കഴിച്ചതെന്ന്. അത്ര മോശം കുടുംബമാണെന്നും വിഭജികയുടെ അമ്മ പറയുന്നു. മരിച്ചു കഴിഞ്ഞിട്ടെങ്കിലും ഒരല്പം കുറ്റബോധമെങ്കിലും ബാക്കിയുണ്ടോ നിതീഷിന്? തൻ്റെ മകളുടെയും കുഞ്ഞിൻ്റെയും ശരീരങ്ങൾ ആ മരുഭൂമിയിൽ തന്നെ കളയാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും ശൈലജ നിതീഷിനെതിരെ പറയുന്നു. അതേസമയം സംഭവത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്ന് ശൈലജ ആവശ്യപ്പെട്ടു. യുഎയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പോലീസ് മേധാവി തുടങ്ങിയവർക്ക് ശൈലജ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. വിവാഹബന്ധം വേർപെടുത്താൻ വിഭജികയെ ഭർത്താവ് നിതീഷ നിരന്തരം നിർബന്ധിച്ചിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. വിഭജികയുടെയും കുഞ്ഞിൻ്റെയും ആഭരണങ്ങളും രേഖകളും സുഹൃത്ത് വഴി വിഭജിക തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ബന്ധുക്കളായ ശ്രീജിത്തും സൗമ്യയും പറഞ്ഞു.